ഗൈസ്, നമുക്കിന്ന് ചെമ്മീൻ ഫ്രൈ ആക്കി വെക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായി എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവരും സൂപ്പർ സിമി എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. ഇനിയും മുമ്പോട്ട് എനിക്ക് സപ്പോർട്ട് തരണം. നിങ്ങളെല്ലാവരും തമ്മിൽ ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുക. ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ, അപ്പോൾ എന്നെ ആരും അറിയില്ല. അപ്പം എല്ലാവരും എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ട് ഷെയർ ചെയ്താൽ മാത്രമേ എല്ലാവരിലേയും എത്തുള്ളൂ. അപ്പം എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി. നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാം ഇന്ന്. ഓക്കെ, വരൂ കൂട്ടുകാരെ. ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായി ആദ്യം നനച്ച് കൊടുക്കുന്നത്, എന്നാലേ നമ്മൾ കിള്ളുമ്പോൾ അതിൻ്റെ തൊണ്ട് വേഗം വിട്ടു പോരുള്ളൂ. കണ്ടോ, നനച്ച് കൊടുത്ത് ആദ്യം ഈ ഭാഗത്തുനിന്ന് കിള്ളണം. കണ്ടോ, ഞാൻ ഒരു കൈ കൊണ്ട് കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കിള്ളി ഇതിനിങ്ങനെ പൊളിച്ചെടുക്കണം. കണ്ടോ, കാണാമോ? കണ്ടോ, പൊളിച്ച് ആ തൊണ്ടെടുത്തിട്ട് അതിൻ്റെ വാല് പിടിച്ച് ഇങ്ങനെ കണ്ട, ഇങ്ങനെ ഞെക്കി കൊടുത്താൽ ആ വാലിങ്ങോട്ട് വിട്ടുവരും. കണ്ട, എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ തല ഒന്ന് ഞെക്കിയാൽ അതിങ്ങ് പോരും. കണ്ട, അപ്പം ഒരു ചെമ്മീൻ കിട്ടി. കണ്ടോ, ഇങ്ങനെയാണ് ചെമ്മീനെ തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് പൊളിക്കണം. അത് കഴിഞ്ഞ് വാല് ഞെക്കിയെടുക്കുക, തലയും ഞെക്കിയെടുക്കുക. ഇങ്ങനെയാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യണത്. ഓക്കെ, ഞാൻ ബാക്കി ചെമ്മീനും കൂടി ക്ലീൻ ചെയ്തെടുക്കട്ടെ. ചെമ്മീൻ കിള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് നീറ്റാക്കി കഴുകിയെടുക്കാം.
നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായി ഇത് മിക്സ് ചെയ്യുക. ഉപ്പും മഞ്ഞളും നന്നായി മിക്സ് ചെയ്ത് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് ആവശ്യം വരുമ്പോൾ ഓരോന്നും ഫ്രൈ ആക്കാനാണെങ്കിൽ അതിന് മാത്രം എടുക്കുക. ചാറ് തക്കാളി ഇട്ട് ചാറ് വെക്കാൻ അല്ലെങ്കിൽ മാങ്ങ ഇട്ട് ചാറ് വെക്കാനൊക്കെ ആണെങ്കിൽ അത്രയും മാത്രം എടുത്ത് ചെയ്യാം. പുഴുങ്ങിയും വെക്കാം. ഇഞ്ചി പച്ചമുളക് വേപ്പിലയൊക്കെ ഇട്ട് പുഴുങ്ങി വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിനേക്കാളും പുഴുങ്ങി വെക്കണേലും നല്ലത് ടേസ്റ്റ് ഇതുപോലെ ഫ്രഷായിട്ട് വെച്ചിട്ട് ഫ്രഷായിട്ട് എടുത്തിടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പം ഇതുപോലെ ഉപ്പും മഞ്ഞളും പുരട്ടി ഫ്രീസറിലെടുത്ത് വെക്കാം. എടുക്കുന്നതിന് കുറച്ച് മുമ്പൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള എടുക്കാനായിട്ട് അതൊന്ന് ലൂസായി കിട്ടും. ഓക്കെ, ഞാൻ ഇതുപോലെയുള്ള ഇതിലായിട്ടാണ് എടുത്ത് വെക്കുന്നത്. ടേസ്റ്റ് കൂടുള്ളൂ ഇങ്ങനെ ഉപ്പൊക്കെ പറ്റി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഇനി ഇത് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ഓരോ ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, കണ്ടോ. നമുക്കാദ്യം കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. അടുത്തത് നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് കുരുമുളക്, അടുത്തതായി നമുക്ക് പച്ചമുളക് ഉണ്ടോ. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചെമ്മീനാണ്. ഈ വേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് ഇനി നമുക്കതിലേക്ക് ആ ചതച്ചെടുത്തല്ല നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക് ഇത്രയും സാധനം ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചാൽ മതിയേ. സവാള ഉള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ പെട്ടെന്ന് അത് മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ. അടുത്തതായി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചെമ്മീനാണിത്. അത് ചേർത്ത് കൊടുക്കാം. അപ്പം മുളകൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയ കഷ്ണം. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ചില ആളുകൾക്ക് വയറിന് പിടിക്കില്ല. അപ്പം അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് ഈ ചെമ്മീൻ, അയില ഇതിനെല്ലാം ഇങ്ങനെ കുടംപുളി നിർബന്ധമായിട്ട് ചേർക്കുന്നത്. ഒരു പുളി കൂടുതലായി പോകരുത്. ആ പുളി ചെറിയൊരു പുളി മാത്രമേ പാടുള്ളൂ. അധികമായാലും അത് കൊള്ളൂല. ചെമ്മീത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ആ ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടിയാൽ മതി കേട്ടോ. അതിനുവേണ്ടി ഒരു ചെറിയ വയറിന് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വയറിന് അല്ലെങ്കിൽ നോവുണ്ടാവും. അപ്പോൾ അങ്ങനെ അസ്വസ്ഥതകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളകൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്നാലും ചെറിയൊരു കഷ്ണം പുളി. ഓക്കെ, നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നന്നായി അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അതുവരെ ചെറിയ തീയിൽ നമ്മളിങ്ങനെ വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അടിയിലെ ചെമ്മീനൊക്കെ ഒന്ന് മീതയിൽ വരാനും മീതയിലെ ചെമ്മീനൊക്കെ ഒന്ന് അടിയിലേക്ക് പോകുമല്ലോ. അപ്പം ഒന്ന് മിക്സായി എല്ലാത്തിനും ചൂടും കിട്ടാൻ വേണ്ടിയിട്ടാണ് മറിച്ച് കൊടുക്കുക. ഇളക്കി മറിച്ച് കൊടുക്കണം. ഓക്കെ, ഇത്രയും ഫ്രൈ ആയാൽ മതി എന്നുള്ള ആളുകൾക്ക് ഇത്രയും വെച്ച് നിർത്താം. കാരണം ഈ ചെമ്മീൻ്റെ സോഫ്റ്റ് നിൽക്കണം, എന്നൊരു ഫ്രൈയും ആവണം. പുറമേ ഒരു ഫ്രൈയും വേണം. അതിൻ്റെ കൂടുതൽ ഹാർഡ് ആവാണ്ട് റബ്ബർ പോലെ ആവാതെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ പാകത്തിന് നമുക്ക് നിർത്താം. അല്ല, കുറച്ചും കൂടി ഡീപ്പ് ഫ്രൈ ആവണമെങ്കിൽ കുറച്ചും കൂടി നമ്മളിട്ട് വേവിക്കണം കേട്ടോ. ഒന്നും കൂടി ഫ്രൈ ആക്കണം കുറച്ചും കൂടി.
വെള്ളം കുറേ കൂടി വറ്റണം, അപ്പോഴേ അതൊരു റബ്ബർ ടൈപ്പ് ആയി കിട്ടുള്ളൂ. അല്ല സോഫ്റ്റായിരിക്കേണ്ട ആളുകൾക്ക് ഈ പാകം മതി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി അത് മൂപ്പിക്കാം. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഇത് മതി, ഈ പാകം മതി. കൂടുതൽ ഡ്രൈ ആക്കേണ്ട ആളുകൾക്ക് ഡ്രൈ ആക്കാം കേട്ടോ. അത് അപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, ഇങ്ങനെ കടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കറക്റ്റ് പാകമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ നന്ദി.